ഗോവൻ സ്വാമിയുടെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നൽകിയെങ്കിലും ഗോവൻ സ്വാമിയുടേത് ഇപ്പോഴും സ്വാഭാവിക മരണമാണെന്ന് പറയാറായിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് നെയ്യാറ്റിൻകര പോലീസ്. ആന്തരിക അവയവങ്ങളുടെ പരിശോധന ഫലമടക്കം വന്നാൽ മാത്രമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ എന്നും കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും പറയുകയാണ് നെയ്യാറ്റിൻകര SHO SB പ്രവീൺ. അദ്ദേഹം പറയുന്നത് ഗോവൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നും ദുരൂഹതകൾ മാറിയെന്നുമുള്ള കുടുംബാംഗങ്ങളുടെയും ചില സംഘടനകളുടെയും പ്രതികരണത്തിനാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു മറുപടി നൽകുന്നത്. പോലീസും ജില്ലാ ഭരണകൂടവും നിയമപരമായ നടപടി മാത്രമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. പോലീസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: നിയമപരമായ നടപടി മാത്രമാണ് പോലീസും ജില്ലാ ഭരണകൂടവും ചെയ്തിരിക്കുന്നത്. ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി ലഭിച്ചു. കല്ലറയിൽ നിന്നും മരിച്ച നിലയിൽ കാണാതായ ആളെ കണ്ടെത്തി. തുടർന്ന് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്തി. 3 തരത്തിലുള്ള പരിശോധനാ ഫലം ഇനി ലഭിക്കാനുണ്ട്. ഇതിൽ സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്നത് ഈ ഫലങ്ങൾ വന്നതിന് ശേഷം മാത്രമേ അറിയാനാകൂ. ഇതാണ് നെയ്യാറ്റിൻകര പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, കുടുംബാംഗങ്ങളുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസ് അന്വേഷിച്ച് വരികയാണ്. മകൻ അടക്കമുള്ളവരുടെ മൊഴികൾ ഇനിയും എടുക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതേസമയം ഗോവൻ സ്വാമിയെ കുടുംബം സമാധി ഇരുത്തിയെന്ന് അവകാശപ്പെടുന്ന കോൺക്രീറ്റ് അറ വ്യാഴാഴ്ച രാവിലെ തുറന്ന് തുടർ നടപടികൾ എടുത്തിരുന്നു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അതിയന്നൂർ കാവുവിളാകത്ത് സിദ്ധൻ ഭവനിൽ ഗോവൻ സ്വാമി എന്ന നാട്ടുകാർ വിളിക്കുന്ന മണിയൻ സമാധിയായെന്ന് വീട്ടുകാർ പോസ്റ്റർ പതിപ്പിച്ച് നാട്ടുകാരെ അടക്കം അറിയിച്ചത്. തുടർന്ന് നാട്ടുകാരടക്കം മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയതോടെ പോലീസ് അടക്കം രംഗത്തെത്തുകയായിരുന്നു. ഗോവൻ സ്വാമിയുടെ മുഖം തിരിച്ചറിയാൻ കഴിയുന്ന നിലയിലായിരുന്നു മൃതദേഹം പുറത്തെടുക്കുമ്പോൾ. ചമ്രം പിടഞ്ഞിരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയതും. തലയിൽ മുട്ടാത്ത നിലയിലാണ് സ്ലാബ് ഉണ്ടായിരുന്നത്. മൃതദേഹത്തിന്റെ വായ് തുറന്നിരുന്നു. വസ്ത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ശരീരത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. മാത്രമല്ല, ഈ ശരീരം മുഴുവൻ തുണി കൊണ്ട് പൊതിഞ്ഞ നിലയിലായിരുന്നു എന്നും വ്യക്തമാക്കുന്നു. നെഞ്ചുവരെ കർപ്പൂരവും ഭസ്മവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയിരുന്നു. മുഖത്തും ശരീരത്തിലും വിഗ്രഹത്തിന് ചാർത്തുന്നത് പോലെ തന്നെ കളഭം ചാർത്തിയിരുന്നു. പിന്നീടാണ് പിതാവ് വാങ്ങിവെച്ചിരുന്ന ശിലയെടുത്ത് സമാധി മണ്ഡപം മൂടിയെന്ന് മക്കളും പോലീസിന് മൊഴി നൽകിയത്. എന്തായാലും ഇപ്പോൾ അസ്വാഭാവികതയൊന്നുമില്ല എന്ന് പറഞ്ഞ് മൃതദേഹം വിട്ടുകൊടുത്തെങ്കിലും പോലീസ് ഇപ്പോഴും ഇതിലൊരു സംശയം പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. 3 തരത്തിലുള്ള പരിശോധനകൾ ലഭിച്ചാൽ മാത്രമേ ഇനിയും ഈ മരണം എങ്ങനെയാണ് എന്നത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് നെയ്യാറ്റിൻകര പോലീസും പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.